അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളുമൊക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള, ജീവിതത്തിൽ അറിയുകയും ജീവിതത്തിൻ്റെ വഴികളിൽ പ്രയോഗവൽക്കരിച്ച് കൂടെ നിർത്തുകയും ചെയ്യേണ്ട സംഗതിയാണ്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വലിയൊരു ഉപദേശമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ ഹദീസ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വ മുഹഖിറാത്തിദ്ദുനൂബ്, നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയുന്ന, പരിഗണിക്കാതെ വിട്ടുകളയുന്ന ദോഷങ്ങളെ, തെറ്റുകുറ്റങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. നിസ്സാരമെന്ന് കരുതി അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന ലാഘവ ബുദ്ധിയോടുകൂടി നിസ്സാരവൽക്കരിച്ച് തള്ളുന്ന തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ അങ്ങനെ വിടരുത്, അത് ഗൗരവത്തോടുകൂടി കാണണം. ഫഇന്നഹുന്ന യജ്തമിഅന അലർ റജുൽ, ആ ചെറിയ തെറ്റുകൾ അങ്ങനെ കൂടിക്കൂടി ഒരു മനുഷ്യൻ്റെ മേൽ അത് വലിയ ഭാരങ്ങളായി, പാപങ്ങളായി ഒരുമിച്ച് കൂടുന്നതാണ്. യുഹ്ലിക്നഹു, അതയാളെ നശിപ്പിച്ചു കളയും. അങ്ങനെ ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലറബ ലഹുന്ന മസലൻ, എന്നിട്ട് ചെറുദോഷങ്ങൾ, അങ്ങനെ നിസ്സാരവൽക്കരിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ചെറുദോഷങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു തന്നു. കമസലി ഖൗമിൻ, ഒരു ജനതയുടെ ഉപമ പോലെ, ഉദാഹരണം പോലെ. നസലു അർള ഫലാത്തിൻ, അവരൊരു പ്രദേശത്ത് ഇറങ്ങി, യാത്രക്കിടയിൽ ഇറങ്ങി താമസിച്ചു. ഫഹളറ സ്വനീഉൽ ഖൗമി ഫജഅല الرجل ينطلق فيجيء بالعود والرجل يجيء بالعود حتى جمعوا سوادا فأججوا نارا وأنضجوا ما قذفوا فيها. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉപമ, ഉദാഹരണം? ഒരു ജനവിഭാഗം ഒരു വിജനപ്രദേശത്തൊരു മരുഭൂമിയിൽ യാത്രക്കിടയിൽ ഇറങ്ങി അവർ അവരുടെ ജോലികൾ ആരംഭിച്ചു. അങ്ങനെ ഒരാൾ ഒരു ചെറിയ ചുള്ളിക്കമ്പ് കൊണ്ടുവന്നു, ഭക്ഷണം പാചകം ചെയ്യുവാൻ വേണ്ടി, വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണ്. പലരും പലതരത്തിലുള്ള രീതിയിൽ കുറേ കമ്പുകളും ചില്ലകളും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കൂട്ടി അവർ അത് വലിയ കൂമ്പാരമാക്കി തീ കത്തിച്ചു. അങ്ങനെ ആ തീ കൊണ്ട് ഭക്ഷണം പാചകം ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ഓരോരുത്തരും കൊണ്ടുവന്ന കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളാണ്, ചെറിയ ചെറിയ വിറക് കൊള്ളികളാണ്. പക്ഷേ അത് ഒരുമിച്ച് കൂട്ടിയപ്പോൾ വലിയ ഒരു തീക്കുണ്ടാരമായി, തീ കത്തിക്കുവാൻ പറ്റുന്ന വിധത്തിലായി. അത് ഉപയോഗിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്നാണ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽ, നമ്മുടെ വീക്ഷണത്തിൽ അതിപ്പോൾ നിസ്സാരമല്ല, ആരാ ഇപ്പോൾ അതൊക്കെ ചെയ്യാത്തത് എന്ന് ഒരു തിന്മയെ സംബന്ധിച്ചു നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. നമ്മൾ ആ തിന്മയുടെ ചെറുപ്പ വലുപ്പത്തിലേക്കല്ല നോക്കേണ്ടത്, ആരോടാണ് നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നത്, ധിക്കരിക്കുന്നത് എന്ന പടച്ചറബിൻ്റെ വലിപ്പമാണ് കാണേണ്ടത് എന്ന് സലഫു സാലിഹ്യങ്ങൾ ഉണർത്തുന്നത് കാണാൻ കഴിയും. അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ ഒരു തിന്മ, അല്ലെങ്കിൽ ചെയ്യാൻ കൽപ്പിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ ഒരു കുറ്റമായി തീരുന്നത്. അപ്പോൾ അതിൻ്റെ വലിപ്പ ചെറുപ്പം അല്ല നമുക്ക് വിഷയമാക്കേണ്ടത്, ആരെയാണ് നമ്മൾ അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന ആ പടച്ചറബിൻ്റെ മഹത്വവും സ്ഥാനവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അള്ളാഹുവിനെ അറിഞ്ഞാൽ അവൻ്റെ വിധിവിലക്കുകളോട് ഒരു ആദരവും ബഹുമാനവും നമുക്കുണ്ടെങ്കിൽ, ചെറുത് വലുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. സലഫുസാലിഹ്യങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ നമ്മുടെ കണ്ണിൽ, നമ്മുടെ വീക്ഷണത്തിൽ ഒരു മുടിയുടെ വില പോലുമില്ലാത്ത, അല്ലെങ്കിൽ അത്രമാത്രം നിസ്സാരമായി കണ്ടിരുന്ന പല കാര്യങ്ങളും സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ വലിയ തെറ്റുകളായി, ഗൗരവപ്പെട്ട തിന്മകളായി കണ്ടിരുന്നു എന്നാണ്. അപ്പോൾ കാലം പിന്നോട്ട് പോകുന്തോറും സ്വാഭാവികമായും ആ നന്മ നിറഞ്ഞ ആളുകൾ കണ്ട പലതും പിൽക്കാലത്തേക്ക് ആളുകളുടെ മനസ്സിൽ അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും ഇല്ലാതെ നിസ്സാരവൽക്കരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും ഒക്കെ വരുന്ന തെറ്റുകുറ്റങ്ങൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കളയാൻ പാടില്ല. അത് ലാഘവത്വത്തോടുകൂടി അവഗണിക്കാൻ പാടില്ല. പല പണ്ഡിതന്മാരും ഉണർത്തിയതുപോലെ മുഹക്കിറാത്തു ദുനൂബ് ഐ സിഗാറുഹ, തെറ്റുകുറ്റങ്ങളിലെ നിസ്സാരവൽക്കരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറുദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതിനെ സംബന്ധിച്ച് വൻ പാപങ്ങളായി ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ പണ്ഡിതന്മാർ എണ്ണിയിട്ടില്ലാത്ത, പ്രത്യേകിച്ച് ശിക്ഷകളൊന്നും പറഞ്ഞതായിട്ട് കാണാത്ത, അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അത് നിസ്സാരമായി കാണരുത്. ലിഅന്ന സിഗാറഹ അസ്ബാബുൻ തുഅദ്ദി ഇല ഇർതികാബി കിബാരിഹ. ചെറുതെറ്റുകൾ അങ്ങനെ ചെയ്ത് ആ തെറ്റുകൾ ചെയ്യുന്ന വിഷയത്തിൽ ഒരു മനസാക്ഷിക്കുത്തോ ഒരു വിഷമമോ പ്രയാസമോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വൻപാപങ്ങൾ ചെയ്യാനും വലിയ തെറ്റുകൾ ചെയ്യാനും ഒരു മടിയുണ്ടാവില്ല. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ലേ? ആളുകൾ എന്ത് വലിയ അക്രമവും അന്യായവും ചെയ്യാൻ ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് ആ തെറ്റുകളെ ലഘൂകരിക്കുന്നതിലൂടെ, ലാഘവത്വത്തോട് കാണുന്നതോടുകൂടിയാണ്. അതിനെ സാമാന്യവൽക്കരിച്ച് ഇന്നിപ്പോൾ അതൊക്കെ ചെയ്യാത്താരാ? പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടി വിലക്കിയ സംഗതിയാണ്. പക്ഷെ എന്നാലും ഇന്നിപ്പോൾ ഇതാരാ ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക് കാണുവാൻ സാധിക്കും. സിഗാറുൽ മആസി യജുറു ബഅ്ളുഹാ ഇലാ ബഅ്ളിൻ ഹത്താ തഫൂത അഹ്ലുസ് സആദ ബിഹദ്മി അഹ്ലിൽ ഈമാൻ ഇൻദൽ ഖാത്തിമ. അതായത് ചെറുദോഷങ്ങൾ ഒരു മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുമെന്നാണ്. പല തിന്മകളായി ചെയ്ത് അങ്ങനെ അയാളെ കൊണ്ടുപോയി അയാളുടെ ജീവിത വിജയം തന്നെയും നഷ്ടപ്പെടുത്തുന്ന, എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവസാനം ഈമാൻ തന്നെ അയാളിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചേക്കും. അപ്പോൾ തെറ്റുകുറ്റങ്ങളെ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ഇയ്യാക്കും വ മുഹഖിറാത്തി ദുനൂബ്, നിങ്ങൾ നിസ്സാരമായി കണ്ടുകൊണ്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുന്ന യജ്തമിഅന അലർ റജുലി ഹത്താ യുഹ്ലിക്നഹു. ആ തെറ്റുകുറ്റങ്ങൾ, പല തെറ്റുകൾ ഒരുമിച്ചുകൂടി എന്ത് ചെയ്യും? ആ മനുഷ്യരെ അത് നശിപ്പിച്ചു കളയും. ഒരു കവിയുടെ വാചകങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ തെറ്റുകുറ്റങ്ങളിൽ ഒന്നിനെയും നിസ്സാരമായി തള്ളിക്കളയരുത്. കാരണം വലിയ വലിയ കൂനകളും കുന്നുകളും മലകളുമൊക്കെ ചെറിയ ചെറിയ ചരൽക്കല്ലുകളും അതേപോലെ തന്നെ മൺതരികളും കൂടി ചേർന്നതാണ്. അപ്പോൾ നമ്മൾ ചെറുതാണ് എന്ന് കരുതി അവഗണിച്ച് അങ്ങനെ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ വലിയ കൂനകൾ പോലെ പർവ്വത സമാനമായി തിന്മകളായി ഒരുമിച്ച് കൂടും. അത് നമുക്ക് ദോഷങ്ങൾ വരുത്താൻ എമ്പാടും സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി തെറ്റുകൾ പൊറുക്കുവാനുള്ള വഴികളെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുകയും അത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ സ്വാമ റമളാൻ ഈമാനൻ വഹ്തിസാബ, ആരെങ്കിലും പരിശുദ്ധ റമളാനിൻ്റെ വ്രതാനുഷ്ഠാനം സത്യവിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി അനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ, ഈ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. അതേപോലെ ഇമാമിൻ്റെ കൂടെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ ഇമാം ഫാത്തിഹ ഓതും. വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഇദാ അമ്മനൽ ഇമാമു ഫ അമ്മിനു, ഇമാം ആമീൻ പറയും, അപ്പോൾ നിങ്ങളും ആമീൻ പറയണം. ഫമൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക, ഇമാമും മഅ്മൂമീങ്ങളുമല്ലാത്ത അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും അവിടെ ആമീൻ പറയുന്നുണ്ടാകും. നമ്മൾ ആമീൻ പറയുന്നതും മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ ഇതേപോലെ അവരുടെ ചെറുദോഷങ്ങൾ പൊറുക്കാൻ അത് നിമിത്തമാകുമെന്ന്. ഇങ്ങനെ പാപങ്ങൾ പൊറുക്കുവാൻ ഒട്ടേറെ വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ
തിന്മകൾ വരാതെ സൂക്ഷിക്കണം. അഥവാ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഈ തെറ്റുകുറ്റങ്ങൾ പുറക്കുവാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച ആ വഴികൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് നമ്മളിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.